ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഫ്രൈ ആയിട്ടാണ് കേട്ടോ. കാട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ സാധാരണ സിമ്പിളായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സ്പെഷ്യൽ ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 5 ചെറിയ സൈസുള്ള കാടയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ അളവിലുണ്ടാകും. ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2-3 പീസായിട്ട് മുറിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് നടുവിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. വലുതാണെങ്കിൽ നിങ്ങൾക്ക് മുറിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം ഇതിലേക്കൊരു 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ചതച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ, അതായത് ചെറിയ ലെമൺ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ വലിയ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. ഒരുപാട് എരിവ് കൂടുന്നില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഒരു മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് കിട്ടിക്കോളും. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതൊരു 15-20 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഓയിൽ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഇത്തിരി കളർ ചേർത്തിട്ടുണ്ട്, ഫോട്ടോയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. വീട്ടിലാവുന്ന സമയത്ത് ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കാട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം നല്ല മുരിഞ്ഞ് ഫ്രൈ ആവണം, അപ്പോഴേക്കും കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഫ്രൈ ആയിട്ട് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്തിട്ട് കറക്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കാട 2 ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് ഉഷാറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആണ്, അപ്പോഴേക്കും കാട കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവട്ടെ. ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു മുളകും കറിവേപ്പിലൊക്കെ അതിലേക്ക് തന്നെ കോരിയിട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വലുതാക്കി ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 വെച്ച് ചെയ്യായിരിക്കും നല്ലത്. ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്ന സമയത്ത് ശരിക്കും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്രൈയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. അപ്പം ഇതുപോലെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യാം. നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ടിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളൊരു ഇത്തിരി കൂടി ഒരു വ്യത്യാസത്തിന് കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടി ചെറിയൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാട ഫ്രൈ ചെയ്തത് വെളിച്ചെണ്ണയിലാണെങ്കിൽ ആ വെളിച്ചെണ്ണ തന്നെ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഓയിലായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സമയത്തും ഒരു 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഉണക്കമുളകിൻ്റെ ടേസ്റ്റ് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മുടെ ഫ്രൈക്ക് തരും. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഉള്ളിക്കും മുളകിനൊക്കെ ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതുപോലെ.
എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാട മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ആ സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മേലേക്ക് ആ ഒരു ഉള്ളിയും പൊരിഞ്ഞിരിക്കുന്ന മുളകും എല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് ശരിക്കും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നിട്ടില്ലെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ലാസ്റ്റ് കുറച്ച് പപ്പടം വളരെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം കൂടെയൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്തൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. എപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് മുളക് പൊടിയൊക്കെ തേച്ച് ഫ്രൈ ചെയ്യുന്നതിന് പകരം കുറച്ചൊരു സ്പെഷ്യലായിട്ട് ഒരു ഇത്തിരി കൂടി ചേരുവകളൊക്കെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. ഇതുപോലെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്തൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ കാടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ഫ്രൈ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്